ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ, ഈവനിങ് വരെയുള്ള ഒരു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ രാവിലെ 5:30 ആ ഒരു ടൈമിലാട്ടോ എണീറ്റത്. പിന്നെ നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിതാ തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർക്കാനിട്ടിരുന്നു കേട്ടോ ബദാം. അപ്പോൾ അത് തൊലിക്ക് കളഞ്ഞിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കോഫിയും കൂടെയാണ് കേട്ടോ കുടിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 8 മന്ത് ആയതിനു ശേഷം സ്റ്റാർട്ടാക്കിയതാണ് കേട്ടോ ബദാം കഴിക്കുന്നത്. ബദാം കിട്ടിയപ്പോൾ അപ്പോൾ എന്നാൽ പിന്നെ അത് നല്ലതാണല്ലോ, അപ്പം അങ്ങനെ കഴിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് അതാണ് കേട്ടോ കഴിക്കുന്നതെന്ന്. പിന്നെ ഒരു 7:30 ആ ഒരു ടൈമായപ്പോൾ അതിന് മദ്രസയിലോട്ട് പോകാം കേട്ടോ. 7:30 ടൈമിലാണ്, അവർക്ക് 7:40 ആ ഒരു ടൈമിലാട്ടോ മദ്രസ സ്റ്റാർട്ടാക്കുക. അപ്പോൾ അവനെ പറഞ്ഞയച്ചിട്ട് ഞാനിതാ ഇവിടെ മുറ്റത്ത് ഇങ്ങനെ നമ്മളെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മുന്നിൽ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയതായിരുന്നു, അതൊക്കെ നോമ്പാകുമ്പോഴേക്കും റെഡിയാക്കാനുണ്ട്. അപ്പം അങ്ങനെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് അവന് പോയതിന് ശേഷം ബെഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് കേട്ടോ, റൂമൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാമെന്ന് വെച്ചിട്ട് റൂമിലോട്ട് വന്ന് ബെഡും കാര്യങ്ങളും ക്ലീൻ ആക്കി. അത് കഴിഞ്ഞിട്ട് ടേബിളും ക്ലീൻ ആക്കിട്ടോ. ടേബിൾ എന്നും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും, അപ്പോൾ എന്നും അതും ക്ലീൻ ആക്കിയിടും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഞാനിതാ മോർണിംഗ് എന്നും മുടി ഒന്ന് ചീകി വെക്കും കേട്ടോ. മുടി നന്നായിട്ട് ചീകിയിട്ട് വെക്കും. അതെനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. എവിടേക്ക് പോവുകയാണെങ്കിലും പോകുന്നില്ലെങ്കിലൊക്കെ എനിക്ക് മുടി ഒന്ന് മോർണിംഗിലൊന്ന് ചീകി ഒതുക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം നല്ല ഹെയർ ഫോൾ ഉണ്ട്. ഞാൻ ഫസ്റ്റൊക്കെ വലിയ മെയിൻറ്റെയിൻ ചെയ്യലുണ്ടായിരുന്നില്ല, കാരണം നമ്മളും ഒരു വേറെ രീതി അത് അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തോ റെഡി ആവും എന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ. പിന്നെ ആ മുടി ചീകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലീൻ ആക്കിയിട്ട് കേട്ടോ, ക്ലീനിങ് സ്റ്റാർട്ടാക്കി. കാരണം അതിന് മദ്രസയിട്ട് വരുമ്പോഴേക്കും എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിയണം കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ വേഗം ക്ലീൻ ആക്കിയിടും. പിന്നെ ഞാനന്ന് വീഡിയോ എടുത്തത് ഈവനിങ്ങിലാണ് കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കിടക്കും, അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കിടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ പോകും. പിന്നെ ഞാൻ ഈവനിങ്ങിലാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് മാൽപ്പൊരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതായിരുന്നു, റീലായിട്ട് കണ്ടതായിരുന്നു കേട്ടോ മാൽപ്പൊരി ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാനൊരാഗ്രഹം വന്നപ്പോൾ എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ടാക്കിയതാണ് കേട്ടോ. ഞാൻ മാൽപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പാട്ടോ യൂസ് ആക്കുന്നത്. ഈ ഒരു കപ്പിൽ തന്നെ നമ്മൾ മൈദയും വെള്ളവും പഞ്ചസാരയൊക്കെ അളന്നിട്ടിടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് സെയിം കപ്പിൽ തന്നെ വെള്ളവും ചേർത്തിട്ടോ. വെള്ളവും പഞ്ചസാരയും ചേർത്തിട്ട് ഞാനിതാ ഇവിടെ തിളപ്പിച്ചെടുക്കുകയാണ്. ആ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പം ആ ഒരു ടൈം വരെ തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ ഓഫാക്കിയിട്ടോ. പിന്നെ അത് നമ്മൾ തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ആക്കുക. അതവിടെ തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് വേറെ പണിയുണ്ട്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് കളറിന് വേണ്ടിയിട്ടാട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ കരിഞ്ജീരകം ഒരു സ്പൂൺ കേട്ടോ, ഒരു സ്പൂൺ കരിഞ്ജീരകം. ഞാൻ ഈ ഒരു സ്പൂണാട്ടോ യൂസ് ആക്കുന്നത്. നമുക്ക് ആ ഒരു കരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റാണല്ലോ മാൽപ്പൊരിയിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇടണം അത്രത്തോളം ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഈ ഒരു സ്പൂണ് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴുകിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞങ്ങളത് കുറച്ചായിട്ട് കൊണ്ടുവന്നിട്ട്, അപ്പോൾ പിന്നെ അത് കഴുകിയിട്ടാണ് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ കരിഞ്ജീരകം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇട്ട് കൊടുത്തത് ഏലക്കൻ്റെ പൊടി കേട്ടോ. ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ ആട്ടോ ഇട്ട് കൊടുത്തത്. ആ ഒരു ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇഷ്ടമില്ലാത്തവർ അതിൻ്റെ അളവിൽ കുറച്ചാലും മതി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഐറ്റംസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ മുട്ടയും മഞ്ഞൾപ്പൊടിയും ഏലക്കാപ്പൊടിയും കരിഞ്ജീരകവും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതവിടെ മിക്സാക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാനിത് അവിടെ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ അതിൽ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരപ്പാനി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പഞ്ചസാരയും വെള്ളമൊക്കെ എടുത്ത ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, ഈ സെയിം കപ്പ് തന്നെ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. മൈദ നമ്മളൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റെഡി ആയിട്ട് കിട്ടിക്കോളും. അങ്ങനെ ഞാനിത് അവിടെ കൈ വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് മിക്സാക്കുക കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ഇളക്കുക, ഞാൻ അവിടെ കൈ വെച്ച് തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ മൈദ ഒക്കെ നന്നായിട്ട് അതിൽ റെഡി ആകുന്ന വരെ ഒന്ന് സെറ്റാക്കി എടുക്കുക.
അങ്ങനെ അതിനും ഇതാ അവിടെ എനിക്ക് മിക്സാക്കി തരാനൊക്കെ ഹെൽപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ സെറ്റാക്കി കഴിഞ്ഞതാണ്. പിന്നെ അവൻ്റെ വക ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി തരിക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഈ ഒരു മിക്സാട്ടോ, ഈ ഒരു മിക്സ് സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ അതായത് ഒന്നും കൂടി ഒരു കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ളൊരു അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ബാറ്റർ ഒന്നും കൂടെ ഒന്ന് കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഇതിന് ലൂസായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് വെച്ചപ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടി ഒരു കട്ടി ഉണ്ടായിട്ട് നമ്മളെ മാവിന്. അപ്പോൾ അതിന് ശേഷം ഇതാ ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചു കേട്ടോ. ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ട് ഇനി അതിലോട്ട് നമുക്ക് ഈ ഒരു മാവ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെയും പിന്നെ നമ്മൾ ഒഴിക്കുന്നതിൻ്റെയും അനുസരിച്ചാട്ടോ അതിൻ്റെ ഒരു ഷേപ്പിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒഴിച്ചപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അതൊന്ന് ഫ്ലോപ്പായി. ആ ഒരു പാത്രത്തിൻ്റെ അത്രയും എനിക്ക് വലിയ മാൽപ്പൊരിയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് അത്ര നന്നായിട്ട് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് ഒഴിച്ചാൽ തന്നെ അത്യാവശ്യം വലുത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു മാൽപ്പൊരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഫൈനലി നമ്മളെ മാൽപ്പൊരി സെറ്റായിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ നമ്മൾ കുറഞ്ഞ തീയിൽ ഉണ്ടാക്കിയെടുക്കുക. കുറഞ്ഞ തീയിൽ ഉണ്ടാക്കിയെടുക്കും വേണം. പിന്നെ ഒരു കപ്പ് പഞ്ചസാര, നമ്മൾ മധുരമൊന്നും അത്ര ഇഷ്ടമില്ലാത്തവർക്ക് ഇത്രയും ഒരു കപ്പ് തന്നെ പഞ്ചസാര എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. കുറച്ച് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ സംഭവം. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ബൈ.